നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1ഉം 2ഉം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കുമ്പോൾ നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 3 ആട്ടോ. അപ്പം ഗ്രാനി ചാപ്റ്റർ 3ക്ക് നമ്മുടെ ഗ്രാൻഡ് ബേഡയിൽ കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് കുറച്ച് സീനാണ് ജയിക്കാനൊക്കെ. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഇന്ന് ജയിക്കാൻ പറ്റുമോ നമുക്ക് മാക്സിമം ശ്രമിക്കാം. എന്തായാലും അത് 2 എസ്കേപ്പ് ഉള്ളത്, നമ്മുടെ ഡോറും പിന്നെ ഗേറ്റും ട്രെയിനും എന്തൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എന്തായാലും ഗെയിം പ്ലേയിലോട്ട് പോകും. അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മുമ്പ് കണ്ടായിരുന്നു, നമ്മുടെ മൊബൈലിനകത്ത് ഇതൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ ഗ്രാൻഡ് ബൈ ഇപ്പൊ വന്നിട്ട് നമ്മളെ പുറകിൽ നിന്ന് വിളിച്ചിടും. അപ്പൊ ഗായ്സ് എല്ലാരും വീഡിയോക്ക് ലൈക്ക് ചെയ്യട്ടോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ എല്ലാരും വീഡിയോക്ക് ലൈക്ക്, പിന്നെ നമ്മുടെ ചാനലിന്റെ സബ് ചെയ്യട്ടോ. നമ്മളപ്പം റോഡ് ടു 100 സബ് ആണ്. അപ്പം എല്ലാരും ഒരു 100 സബൊക്കെ ആക്കി തരുന്ന വിചാരിക്കുന്നു. അപ്പം നമുക്കത് നോക്കാം. ഈ കട്ട് സീനുകൾ മുമ്പ് കണ്ടാണ്, എന്തായാലും നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കിയേക്കാം. ഇവൻ പൊട്ടനാണെന്ന് തോന്നുന്നു. ഇവൻ എന്തിനാ ഇതിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്? മറ്റേതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഗേറ്റർ ഒന്നും കയറുന്നില്ല, ഇവനാണെങ്കിൽ പൊട്ടൻ്റെ ഗേറ്റർ ഒന്ന് കയറുക കേട്ടോ. നമുക്ക് കാർ എസ്കേപ്പ് ഉണ്ട് അടുത്ത്, കാറില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാറ് വെറുതെ കിടക്കുവാണ്, വർക്കാത്തൊന്നും ഇല്ല. എനിക്കൊന്ന് ഈ മെയിൻ ഗേറ്റും പിന്നെ ട്രെയിനും എങ്ങാണ്ട് ഉള്ളത്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഗ്രാൻഡ് ബേയുടെ കയ്യിൽ നിന്ന് ഗൺ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണം. അതാണ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. ഗണ്ണ് അങ്ങേരുടെ ഉണ്ടെങ്കിൽ കുറച്ച് സീൻ, അങ്ങേര് ദൂരത്തു നിന്നൊക്കെ നമ്മളെ വെടിവെച്ചിടും. വെൽക്കം. നിപ്പുണ്ട്. അപ്പൊ ഗായ്സ് നമ്മളെ ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഇവിടെ എങ്ങാണ്ട് ഇതിനകത്തുള്ള ഡോർ തുറക്കുന്ന കുറച്ച് സീനാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു സംഭവങ്ങളൊക്കെ വേണം എന്റെ ഓർമ്മ വെച്ചിട്ട്. ഡേ 1 ആയിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ടൊരു ചെറിയൊരു കമ്പിയണക്ക് സംഭവം കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇത് തന്നെ ഇത് കൊണ്ടിട്ട് നമ്മൾ തുറക്കണം. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതിലുമ്പോ ഈ സമയം കൊണ്ടല്ല അവര് വല്ലതും വന്നു കഴിഞ്ഞാൽ തീർന്ന്. എടാ പെട്ടെന്ന് തുറക്കടാ. നമുക്കപ്പൊ താഴത്തോട്ട് ഇപ്പം നമുക്ക് ആദ്യം മേളിപ്പോയി നോക്കാം. ഐറ്റംസിന്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അവനാണെങ്കിൽ പാവം അവിടെ അസ്ഥിയോട്ടും ആയിപ്പോയി. ഇതിനകത്ത് മറ്റവരുണ്ട് കേട്ടോ, അത് കുറച്ച് സീൻ. നമ്മുടെ സ്ലെൻഡ്രീനെ അവരെ ഇടയ്ക്കൊക്കെ വന്ന് പേടിപ്പിക്കും. അത് കുറച്ച് സീനാണ്. നമ്മള് ഗ്രാൻഡ് എല്ലാം ഒന്ന് കേറിയില്ല, തള്ള ഒന്ന്. സ്ലെൻഡ്രീനെല്ലാം വന്നേ തീർന്ന്. ഇതിനകത്തങ്ങനെ ക്രോബാർ കണ്ടിരിപ്പുണ്ട്. അതെ, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണ്ട എനിക്ക്. നമുക്ക് വെപ്പൺ കിട്ടി. എനിക്കൊരു ഐഡിയ ഒന്നുണ്ട്. നമുക്കിപ്പോ എന്തായാലും ആദ്യം തന്നെ വെപ്പൺ കീ എന്തായാലും തള്ളി ഇങ്ങോട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ കിളവമല്ല ഇങ്ങോട്ടെല്ലാം വന്ന ഞാൻ തീർന്നു കേട്ടോ. അങ്ങേര് വെടിവെച്ചിടും എന്നെ. ഇതൊക്കെ ആരാണ് തുറന്നത്? ഞാൻ തുറന്നില്ലല്ലോ. ഞാനിതിൽ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പൊ നമുക്ക് അതിന് കല്ല് വെക്കണം. കല്ല് മെയിനാണ് തോക്കിന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വെപ്പന്റെ സംഭവം ഉണ്ട് നമ്മുടെ ഇവിടെ തോന്നുന്നു കേട്ടോ. ഗ്രാൻഡ് ബേയുടെ ആ റൂം ഉണ്ടല്ലോ. അയ്യോ, ഓ ഇത് ലോക്കാണ്, എല്ലാം ലോക്കാക്കി ഇട്ടിരിക്കും കേട്ടോ. ഇതിനകത്തെല്ലാം കയറി വന്നേ തീർന്നു. എന്നാലും നമുക്ക് എന്റെ പൊന്നോ, എന്തോന്നാടേ ഇത്, ഞെട്ടിപ്പോട്ടെ. ഈ സ്ലെൻഡറിന് ഒടുക്കത്തെ സീനാട്ടോ. നമുക്കപ്പോ ഏതായാലും മേളി ഗ്രാൻഡ് ബേയുടെ റൂമിലോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും പുള്ളിക്കാരുടെ ആ ഗൺ അങ്ങോട്ടൊന്ന് അടിച്ചു മാറ്റണം. ഗണ്ണില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇതിനകത്തൊന്നും ഒരു തേങ്ങയില്ല കേട്ടോ.
നമുക്ക് ഇവിടെ എങ്ങാനും മാച്ച് ബോക്സ് ഇട്ട് മറ്റേ തടിയിട്ട് കത്തിക്കുവാണെങ്കിൽ നമുക്ക് മേളിൽ കയറി എന്തോ ഇവിടെ എങ്ങാണ്ടാണ്. ഗ്രാനീനെ ഉറക്കി നമുക്ക് ഗഷ ഉണ്ടയില്ല. ഇപ്പൊ തീർന്നേനെ. നമ്മുടെ ആദ്യം പോയി കല്ലെടുക്കാം. കല്ല്. അയ്യോ അറിയാതെ ഞാനൊരു കല്ല് വെറുതെ കളഞ്ഞ. സ്ലെൻഡറിനെ ഒടുക്കത്തില്ല. നമുക്ക് മെയിനായിട്ട് നമുക്ക് ടെഡി കണ്ടുപിടിക്കണം. ചെടി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പൊ ഗായ്സ് ഇവിടെ ഒരു കല്ലുപോലും കാണുന്നില്ല. അപ്പൊ ഗായ്സ് ഞാൻ ആ തോക്കെടുക്കാൻ നോക്കിയത്. കള്ളക്കേളവ് എന്നെ ഒന്ന് പിടിച്ച്. പക്ഷെ ഒരാവശ്യമില്ലായിരുന്നു. ഗ്രാനിനെ ഉറക്കി. ഇനി ഗ്രാൻഡ് പോരട്ടെ. ഗ്രാൻഡ് ബാങ്ക് കൂടെ ഒന്ന് അങ്ങേരുടെ ഗണ്ണെന്നോട്ട് നമുക്ക് എടുക്കണം. ഗ്രാൻഡ് ബാനെ കാണുന്നില്ലല്ലോ. എവിടാണ് ഗ്രാൻഡ് ബാ? ഓ ഗായ്സ് അങ്ങനെ നമുക്ക് ഗണ്ണ് കിട്ടി. നമുക്കങ്ങനെ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഓ നമുക്കപ്പോ ഫയർവുഡ് കിട്ടി. ഫയർവുഡ് ഇവിടെ കിടക്കട്ടെ. നമ്മുടെ വേറെന്തുവാ ക്രോബാർ അവിടെ കിടക്കട്ടെ. ഈ കിളിനെ കൊല്ലാൻ പറ്റുമോ? ട്രെയിങ്കി പുണ്യ ആ കിളിനെ കൊന്നു കേട്ടോ. തോക്കെന്തായാലും ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നാണ് എടുക്കുന്ന. എനിക്കിത് കാണണം. എടാ സ്ലെൻഡറീന ഇത് ഒടുക്കത്തെ വിനക്കേടാട്ടോ ഈ സാധനം. ഇതിൽ നമ്മുടെ കോക്കനട്ട് എടുത്തേക്കാം. വരുന്നുണ്ട്. ട്രെയിങ്കി അല്ലല്ലോ. പുള്ളിക്കാരന്റെ തോക്കില്ലാണ് പോണ്ട കേട്ടോ. ഒന്നും ചെയ്യത്തില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഉറക്കിയേക്കാം അല്ലേ. മുനസേ വാ ഓടി വാ. അരിപ്പോടേം ചായ തരാം. വാ ഓടി വാ. എവിടെ ഗ്രാൻഡ്മേനെ ഉറക്കി. ഗ്രാൻഡ്മേയുടെ തലമണ്ടയ്ക്ക് മൊട്ടത്തലക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊട്ടത്തലക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്കിനി ഷെട്ടി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുറക്കാം. നമ്മുടെ മാച്ച് ബോക്സിന്റെ ആവശ്യം നമുക്കിനി ഇല്ല. നമ്മൾ ആ കിളിയെ അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. കാരണം പിന്നെ സീനില്ല. നമുക്കിനി എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമുക്കിനി കുറെ സാധനങ്ങൾ വേണം. ഫ്രണ്ടിൽ തന്നെ ഒന്ന് ചാടി കൊടുത്തു ഞാൻ. ഡേ 4 അതിന് 2 ദിവസം കൂടെ ഉള്ളു. 2 ദിവസം കൂടെ നമ്മൾ എങ്ങനെയും ജയിക്കണം. ഫുള്ള് ചോരയായിട്ടോ കോപ്പ്. നമ്മുടെ ക്രോബാർ അവിടെ കണ്ട് കിടപ്പുണ്ട്. നമുക്ക് ക്രോബാറും കൊണ്ട് നമുക്ക് മേളിൽ പോയിട്ട് അവിടെ കണ്ട് തുറക്കാനായിട്ടുണ്ട്. അതും കൂടെ പോയി തുറന്നു നോക്കാം. നമ്മുടെ ഗ്രാൻഡ് കയ്യില് ഗണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന് പിടുത്തില്ല കേട്ടോ. ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു ഞാൻ. അയാളെ ഓടിച്ചിട്ട് തല്ലോ എന്നുള്ള കാര്യം. ഓ പുള്ളിയുടെ തോക്കിട്ട് പിടിച്ചിട്ട് നമ്മളെ. അയ്യോ ഞാൻ തീർന്നു. ഞാൻ തോറ്റി. ലാസ്റ്റ് ഡേ ഇതും കൂടെ തീർന്ന ഞാൻ തീർന്ന്. പുള്ളിക്കാരുടെ തോക്ക് കിട്ടി. അയ്യോ നമ്മള് തോറ്റ് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ മേളിലൊക്കെ കയറി എങ്ങനെ എടുത്തെന്നൊക്കെ എടുത്തില്ല കേട്ടോ. ഒറ്റ ചാൻസേ ഉള്ളൂ. ഈ സ്ലെൻഡറിനെ ഗ്രാനി അങ്ങോട്ട് പോയി കേട്ടോ.
ഇവിടെ നിന്റെ അപ്പുറത്തെ കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പോയി എടുക്കാനായിട്ടാളാ. ഇവന്മാരെന്നെ വെള്ളത്തിൽ ചാടിപ്പിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, നമ്മുടെ കണ്ണ് എവിടെ കൊണ്ടുവന്നിരിക്കും പിടുത്തില്ല കേട്ടോ. ഞാൻ എവിടെയോ കൊണ്ട് എന്റെ കണ്ണിടിച്ചു. ഗ്രാനി ഈ ഗ്രാനിയുടെ കൂടെ തോക്കിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീർന്ന് ഇതിനെപ്പറ്റി അങ്ങനെ കേറി വന്നേ തീർന്ന്. അവിടെ ഇപ്പൊ ഉണ്ട് കേട്ടോ. പിടിക്കില്ലേ? ഞാനിപ്പോ ഉറങ്ങാൻ പോകുന്നു കേട്ടോ. കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പോ തീർത്ത്. അത് വിളിച്ച്. അയ്യോ, ഉണ്ടയില്ല ഉണ്ടേർന്ന്. ഉണ്ട ഇവിടെ അങ്ങനെ ഉണ്ടാ. ഇപ്പൊ ഗായ്സ് ഉണ്ടയില്ല. അവിടെ കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. തള്ള സമ്മതിക്കത്തില്ല. അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് മണ്ടത്തിന് കാണിച്ചു. എന്നെ അവിടെ നിപ്പോണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് ഈയാടിച്ചു തന്നത്. ഇപ്പൊ ഗായ്സ് എന്നെ കൊന്നു. എന്ത് ചെയ്യാൻ പോന്നേ? ഓ, ഇത് മറ്റേത് ബോംബ് ഇട്ടിട്ട് ഗ്രാൻഡ് കണ്ണാടിയൊക്കെ വെച്ചോണ്ട് മാസ് കാണിച്ചോണ്ട് പോകുന്നത്. കള്ളക്കിളവൻ. ഇപ്പൊ നോക്കിക്കോണേ, പുള്ളിക്കാരൻ നമ്മളെ ബോംബിട്ട് കൊന്നിട്ട് മാസ് കാണിച്ചിപ്പം കണ്ണാടിയൊക്കെ വെച്ചോണ്ട് പോകും. ഓ, ഒരു ഗ്ലാസ് എടുത്ത് വെക്കും. കള്ളക്കള അടുത്തന്നെ നമുക്ക് എന്തായാലും ഇയാളെ ഉറക്കും ഞാൻ. അപ്പൊ ഗായ്സ് എന്തായാലും നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് എന്തായാലും ഇവിടുന്ന് ചാടുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിന്റെ സപ്പോർട്ട് ചെയ്യാട്ടോ. നമുക്കപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോക്കകത്ത് കാണാം.